അപ്പോൾ കൂടുതൽ യാചിക്കാൻ ഇറങ്ങിയാൽ ഒരുപക്ഷെ പട്ടിണിയൊക്കെ കിടന്ന് മരിക്കുമെന്നൊക്കെ ഉറപ്പായാൽ ആളുകളോട് ചോദിക്കേണ്ടി വരും. അങ്ങനെയല്ല, വീട്ടിലും കുടുംബത്തിനുമുള്ള എല്ലാ ചെലവുണ്ട്, പിന്നെ യാചിക്കാൻ ഇറങ്ങുക. ഒരു മാസത്തേക്കുണ്ടെങ്കിൽ അതാദ്യം തീർക്ക്, പിന്നല്ലേ മറ്റുള്ളത് യാചിക്കുക. ജോലി ചെയ്ത് ജീവിക്കുന്നതിന് പകരം യാചിക്കാൻ ഇറങ്ങുന്ന ആളുകളുടെ സമ്പാദ്യം അള്ളാഹു കുറക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാപ്പിനെ കുറിച്ചാണ്, വിട്ടുവീഴ്ചയെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് നിങ്ങൾ പ്രതികരിക്കരുത് എന്നാണ്. അതേ സിദ്ദീഖ് തങ്ങളുടെ ഭാഗത്ത് മറ്റൊരു പ്രശ്നം വരികയാണ്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും. സിദ്ദീഖ് തങ്ങളെ കുറിച്ചൊരു ആയത്ത് ഇറക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും. നിങ്ങളിൽപ്പെട്ട ഒരാളും സത്യം ചെയ്യാൻ പാടില്ല. എന്താണ് സത്യം ചെയ്യുന്നത്? മിസ്കീന്മാരായ ആളുകൾക്ക്, മുഹാജിരീങ്ങളായ ആളുകൾക്ക്, കുടുംബക്കാരായ ആളുകൾക്ക് നിങ്ങൾ ഒന്നും നൽകൂല എന്ന് സത്യം ചെയ്യരുത്. മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. നമ്മൾക്കറിയാലോ ആയിഷ ബീവിയെ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട പത്നിയാണല്ലോ ആയിഷ. ആ ആയിഷ ബീവിക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിച്ചു മുനാഫിക്കീങ്ങൾ. ആയിഷ ബീവിക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിച്ചപ്പോ സിദ്ദീഖ് തങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല, ആയിഷയ്ക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല, അള്ളാഹുവിൻ്റെ ഹബീബിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തിനേറെ അതിൽ ചില മുസ്ലിമീങ്ങളായ സ്വഹാബാക്കളും പെട്ടുപോയിട്ടുണ്ട്. മുനാഫിക്കീങ്ങളാണ് തുടക്കം കുറിച്ചതെങ്കിലും മുസ്ലിമീങ്ങളായ ചില ആളുകളും അറിയാത്തതിൽ പെട്ടുപോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. മിസ്തഹ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിക്കെതിരെ ആരോപണമുണ്ടാക്കി. അള്ളാഹു ആയിഷ ബീവി നിരപരാധിയാണെന്നുള്ള ആയത്തിറക്കിയപ്പോ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ ചെലവിലായിരുന്നു മിസ്തഹ് ജീവിച്ചിരുന്നത്. സിദ്ദീഖ് തങ്ങളുടെ ചെലവിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്തു, അള്ളാഹുവാണ് സത്യം, ഇനി മേലാൽ മിസ്തഹിന് ഞാനൊരു ധാന്യമണി പോലും നൽകൂല, ഇനി മേലാൽ മിസ്തഹിനൊരു ദീനാറ് പോലും നൽകൂല. എൻ്റെ ചെലവിൽ കഴിഞ്ഞിട്ട് എൻ്റെ മകൾക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുകയോ? വല്ലാഹി വല്ലാഹി അള്ളാഹുവാണ് സത്യം, ഇനി മേലാൽ ഞാൻ തിരിഞ്ഞു നോക്കൂല എന്ന് സത്യം ചെയ്തപ്പോ അള്ളാഹു ആയത്തിറക്കുകയാണ്, വേണ്ട സിദ്ദീഖേ വേണ്ട, വേണ്ട സിദ്ദീഖേ വേണ്ട. നിങ്ങളുടെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളാണെങ്കിലും ചെലവഴിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും സത്യം ചെയ്യല്ല, മാപ്പ് നൽകൂല എന്ന് പറയല്ല. മാപ്പ് നൽക്, മാപ്പ് നൽക്. കാരണം നിങ്ങൾക്ക് മാപ്പ് നൽകപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വൽയഅഫൂ വൽയസ്ഫഹൂ വൽയഅഫൂ വൽയസ്ഫഹൂ. സിദ്ദീഖേ മാപ്പ് നൽക്, വിട്ടുവീഴ്ച ചെയ്യ് സിദ്ദീഖേ. കാരണം അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ നിങ്ങളും അവർക്ക് മാപ്പ് നൽകാൻ തയ്യാറാവണം. ആലോചിച്ചു നോക്ക്. ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരോട്, ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരോട്, ഇവിടെ കൂടിയിരിക്കുന്ന വയസ്സന്മാരായ രക്ഷിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഒരാൾക്ക് മാപ്പ് നൽകാതെ വാശി പിടിച്ച് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന ആളുകൾ, നമ്മളോട് മോശമായി പെരുമാറുന്ന ആളുകൾ, നമ്മെ പരിഹസിച്ചവർ, കളിയാക്കിയവർ, ആരോപണം ഉന്നയിച്ച ആളുകൾ, അവർക്ക് മാപ്പ് നൽകാതെ വാശി പിടിച്ച് വൈരാഗ്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യാറില്ലേ? അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ചെയ്യാറില്ലേ? കണ്ണുകൾ കൊണ്ട് ചെയ്യാറില്ലേ? ചെവികൾ കൊണ്ട് ചെയ്യാറില്ലേ? മനസ്സുകൊണ്ട് ചിന്തിക്കാറില്ലേ? അള്ളാഹു പറഞ്ഞതെന്താ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അറിയാതെ വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. ഇന്നസ് സമഅ നിങ്ങളുടെ കേൾവി ശക്തി, വൽ ബസറ നിങ്ങളുടെ കാഴ്ച ശക്തി, വൽ ഫുആദ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ചിന്ത വരെ, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എല്ലാം അല്ലാഹു തആല നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എത്ര ഹറാമുകളാണ് കണ്ണിലൂടെ അറിയാതെ കണ്ടത്, അറിയാതെ കണ്ടത്. കുടുംബത്തിൽ തന്നെ കാണാൻ പാടില്ലാത്തവർ എത്ര ലാഘവത്തോടെയാണ് നമ്മൾ കാണുന്നത്.
അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരുപാട് ഹറാമുകൾ ചെയ്യുന്നു, ഒരുപാട് ഹറാമുകൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. ഈ ഹറാമുകൾക്കൊക്കെ അള്ളാഹു നാളെ മാപ്പ് നൽകാതെ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹു മാപ്പ് നൽകാതെ നാളെ കോടതിയിലേക്ക് പോകേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്നേ വരെയുള്ള നമ്മുടെ സകലമാന പാപങ്ങൾക്കും സകലമാന ദോഷങ്ങൾക്കും അള്ളാഹു മാപ്പ് നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് എല്ലാ ജനങ്ങൾക്കും മാപ്പ് നൽകാൻ നമ്മൾ തയ്യാറാവ്. കല്യാണം വിളിക്കാത്ത വീട്ടുകാരുണ്ടാവാ, കല്യാണം വിളിക്കാത്ത അയൽവാസികളുണ്ടാവാ, റോഡ് തരാത്ത അയൽവാസികളുണ്ടാവാ, കേസ് കൊടുത്ത അയൽവാസികളുണ്ടാവാ, കല്യാണത്തിന് വരാത്തവരുണ്ടാവാ, പരസ്പരം പോരടിച്ച് അടിച്ചും ഇടിച്ചും തെറ്റിപ്പിരിഞ്ഞ ആളുകളുണ്ടാവാ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ മാപ്പ് നൽകുകയാണ്. കാരണം അള്ളാഹു ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് നൽകണമല്ലോ. അള്ളാഹു ചോദിക്കുന്നതാണ്, അലാ ഫഅഫു വസ്ഫഹു, നിങ്ങൾ മാപ്പ് നൽകണം, വിട്ടുവീഴ്ച ചെയ്യണം. എന്തിന്? അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹു പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹു പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ മാപ്പ് നൽകാൻ തയ്യാറാവണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാത്തമായ സ്വഭാവത്തിൻ്റെ ഉടമയാണത്. മഹാനായ അനസ് തങ്ങൾ പറയുന്നുണ്ട്, മഹാന്മാരായ സ്വഹാബാക്കൾ രേഖപ്പെടുത്തുന്ന ഹദീസാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബേ, എന്താണ് സ്വൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? എന്താണ് നബിയെ സ്വൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകിയത്, സ്വൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അൻതസിലമൻ ഖതഅക, നിന്നോട് മോശമായി പെരുമാറുന്ന കുടുംബങ്ങളോട് നീ നല്ല രീതിയിൽ പെരുമാറലാണ് സ്വൽസ്വഭാവം എന്ന് പറഞ്ഞാൽ. അൻതസിലമൻ ഖതഅക, ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകൾ, ഇങ്ങോട്ട് കല്യാണത്തിന് വരാത്ത ആളുകളുടെ വീട്ടിലേക്കാണ് ആദ്യം നമ്മൾ കല്യാണത്തിന് പോവേണ്ടത്. നമ്മെ ക്ഷണിക്കാത്ത ആളുകളെ ആദ്യം ക്ഷണിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇങ്ങോട്ട് വരുന്നവൻ്റെ വീട്ടിലേക്ക് മാത്രം അങ്ങോട്ട് പോകുന്നതിന് പകരം നമ്മോട് അടുപ്പമില്ലാതെ, നമ്മോട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോവേണ്ടത്. ഇതാണ് സ്വൽസ്വഭാവം എന്ന് പറയുന്നത്, ഇതാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത്, വമാ ഹുസ്നുൽ ഖുൽഖി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, എന്താണ് സ്വൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? നബി തങ്ങൾ പറഞ്ഞ മറുപടി, തസ്വില മൻ ഖതഅക, നിന്നോട് മോശമായി പെരുമാറുന്നവനോട് മാന്യമായി പെരുമാറലാണ് സ്വൽസ്വഭാവം എന്ന് പറയുന്നത്. ഇത് നമ്മൾക്കുണ്ടോ? ഉണ്ടോ? സൗണ്ട് കുറച്ച് കൂട്ടിത്തരുമോ മോണിറ്റർ? ഇത് നമ്മൾക്കുണ്ടോ? അൻതസില മൻ ഖതഅക, ഈ ഒരു സ്വഭാവം നമ്മൾക്കുണ്ടോ? പറയ്, ഉണ്ടോ? എന്താ മിണ്ടാത്ത? ഇങ്ങോട്ട് ബന്ധം വെക്കുന്നവർക്ക് തിരിച്ചും ബന്ധം വെക്കുന്നുണ്ട്, ശരിയാണ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരുടെ വീട്ടിലേക്ക് നമ്മൾ പോവാറുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗിഫ്റ്റുമായി വന്നാൽ അതേ വിലയുള്ള ഗിഫ്റ്റുമായി അവരുടെ വീട്ടിലേക്കും നമ്മൾ പോവാറില്ലേ? ഒരു രൂപ കൂടൂല, കുറയൂല, കുറഞ്ഞേക്കെ പക്ഷെ കൂടൂല. ഇങ്ങോട്ട് എന്താ കൊണ്ടുവന്നതാ? 1 കിലോ ആപ്പിൾ, 2 കിലോ ഓറഞ്ച്, എന്നാൽ അതേപോലെ പോകുമ്പോൾ കൊണ്ടുപോകും. എന്തിനിത്? പകരത്തിന് പകരം. ഇതിന് ബിസിനസ് എന്നാ പറയാ, ഇതിന് ബന്ധമെന്നല്ല പറയാ. പകരത്തിന് പകരം നൽകുന്നത് കച്ചവടമാണിത്, കച്ചവടമല്ല. അൻതസില മൻ ഖതഅക, നിന്നോട് മോശമായി പെരുമാറുന്നവനോട് നീ വളരെ മാന്യമായി പെരുമാറണം. നിന്നെ തോൽപ്പിക്കാനും നിന്നെ പരാജയപ്പെടുത്താനും വേണ്ടി ഒരുപാട് കുൽസിത ശ്രമം നടത്തുന്ന ആളുകൾ നാട്ടിലുണ്ടാവാം, ചങ്ങാതിമാരിലുണ്ടാവാം, കുടുംബങ്ങളിലുണ്ടാവാം, നിന്റെ കൂടെയുള്ള പ്രവർത്തകരിലുണ്ടാവാം. അവരോട് വളരെ മാന്യമായി പെരുമാറാനാണ് നീ തയ്യാറാവേണ്ടത്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരനെ, ഒരു രാജാവിനെ കൈയും കാലും ബന്ധിയാക്കി കൊണ്ടുവരികയാണ് മദീന പള്ളിയിലേക്ക്. മദീനയിലേക്ക് ഒരു രാജാവിനെ കൊണ്ടുവരാൻ. എവിടുത്തെ രാജാവാണത്? യമാമയിലെ രാജാവാണ്. യമാമയിലെ സുമാമ എന്ന രാജാവാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പട്ടാളത്തെ പറഞ്ഞയച്ചിരുന്നു. ആ പട്ടാളമാണ് ഇദ്ദേഹത്തെ ബന്ദിയാക്കി മദീനയിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പള്ളിയിൽ ഒരു തൂണിൽ കെട്ടിവെക്കുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സുമാമ എന്ന് പറയുന്ന രാജാവിനെ കാണാനിടയായി. നബി തങ്ങൾ ചോദിച്ചോ, കൈഫ ബിക യാ സുമാമ, ആരാണ് സുമാമ എന്ന് ആദ്യം പഠിക്കണം. അള്ളാഹുവിൻ്റെ ഹബീബിനെ വധിക്കാൻ തക്കം പാർത്തു നിന്ന ആളാണ് സുമാമ. ഒരുപാട് സ്വഹാബാക്കളെ വധിച്ച ആളാണ്. ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തിയ ആളാണ്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയ ആളാണ് സുമാമ എന്ന് പറയുന്നത്. ആ സുമാമയോട് അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിക്കുകയാണ്, മദീന പള്ളിയുടെ തൂണിൽ, മദീന പള്ളിയുടെ പില്ലറിൽ കെട്ടിവച്ചിരിക്കുകയാണ്. കൈഫ ബിക യാ സുമാമ, സുമാമ എന്തുണ്ട് അഭിപ്രായം, സുഖമാണോ? സുമാമ പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ന്യായമാണ്, നിങ്ങൾ ചെയ്യുന്നത് നീതിയാണ്. കാരണം ഒരുപാട് ആളുകളെ ഞാൻ വധിച്ചിട്ടുണ്ട് നബിയെ, മുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകളെ ഞാൻ വധിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ അത് നീതിയാണ്, അത് തെറ്റല്ല. ഇനി നിങ്ങൾ എനിക്ക് മാപ്പ് നൽകിയാൽ അൻത അഖുൻ കരീം, നിങ്ങൾ വലിയൊരു മാന്യതയുടെ ഉടമയാണ് നബിയെ. നബി തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, സുമാമയ്ക്ക് വളരെ മാന്യമായ ഭക്ഷണം നൽകണമെന്ന്, മാന്യമായ പാലും വെള്ളവും നൽകണമെന്ന്, എല്ലാ രീതിയിലും സുമാമയോട് മാന്യമായി പെരുമാറണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു. രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും അള്ളാഹുവിൻ്റെ ഹബീബ് ആ വഴിയിലൂടെ നടന്നു പോയപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ചോദിക്കുകയുണ്ടായി, മാ ഫഅലുക യാ സുമാമ, കൈഫ ബിക യാ സുമാമ, സുമാമ എങ്ങനെയുണ്ട് എന്ന്, സുഖമാണോ എന്ന്. അപ്പോഴെല്ലാം സുമാമ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ അത് നീതിയാണ്. കാരണം ഒരുപാട് ആളുകളെ വധിച്ച ആളാണ് ഞാൻ. നിങ്ങൾ എനിക്ക് മാപ്പ് നൽകിയാൽ നിങ്ങൾ വലിയൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ വധിക്കാൻ തയ്യാറായ, ഹബീബിനെ വധിക്കാൻ അവസരങ്ങൾ കാത്തുനിന്ന ഒരു രാജാവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയാണ്, സുമാമാക്ക് മാപ്പ് നൽകാൻ, സുമാമയെ വിട്ടയക്കാൻ. സുമാമയെ നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത്, സുമാമ പോയിക്കോട്ടെ. അതുലിഖൂ സുമാമ, അതുലിഖൂ സുമാമ, സുമാമയെ വെറുതെ വിടണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞപ്പോ സുമാമ നേരെ മസ്ജിദിൽ നിന്ന് ഓടുകയാണ്. തൊട്ടപ്പുറത്തുള്ള ഈന്തപ്പന തോട്ടത്തിലേക്കാണ് ഓടിയത്. തൊട്ടപ്പുറത്തുള്ള ഈന്തപ്പന തോട്ടത്തിലേക്കാണ് ഓടിയത്. അവിടെ ചെന്ന് സുമാമ കുളിക്കുകയുണ്ടായി, ശുദ്ധി വരുത്തുകയുണ്ടായി. തിരിച്ചു നേരെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബായ നിങ്ങളൊരു പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞ് മുസ്ലിം ആവുകയാണ്. എന്നിട്ട് നബി തങ്ങളോടൊരു വാക്ക് പറയുകയുണ്ടായി, യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ, വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക, എനിക്ക് ഈ ഭൂമിയിൽ നിങ്ങളെക്കാൾ ദേഷ്യമുള്ള മറ്റൊരു മുഖം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് സുബഹി വരെ ഒരു 3 സ്റ്റെപ്പ് ഡിലേ കൊടുക്ക്, ഡിലേ ഒഴിവാക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, റസൂലുള്ളാഹി തങ്ങളോട് പറയാണ്, അല്ലാഹുവിൻ്റെ ഹബീബേ, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക, നിങ്ങളുടെ മുഖത്തേക്കാൾ മോശമായ ദേഷ്യമുള്ള മറ്റൊരു മുഖം എനിക്ക് ഇന്നേ വരെ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലത്തോടുകൂടെ ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബൽ വജൂഹി ഇലയ്യ, ഇന്ന് രാവിലത്തോടുകൂടി, ഇന്നത്തെ പ്രഭാതത്തോടുകൂടി ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന മുഖം അങ്ങയുടേതാണ്. എൻ്റെ ഭാര്യയുടേതല്ല, എൻ്റെ മക്കളുടേതല്ല, എൻ്റെ കുടുംബങ്ങളുടേതല്ല. ഇന്ന് രാവിലെ വരെ ഞാൻ ദേശത്തോടെ കണ്ടിരുന്ന മുഖം ഈ പ്രഭാതത്തോടു കൂടി എൻ്റെ ഇഷ്ടപ്പെട്ട മുഖമായി മാറി. എങ്ങനെയാണ് ഈ സ്നേഹം സമ്പാദിക്കാൻ സാധിച്ചത്? ഇവിടെയാണ് സ്നേഹത്തിൻ്റെ രസതന്ത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ, ഇത്രയും വലിയ ശത്രുവിനെ ഏറ്റവും അടുത്ത മിത്രമാക്കാൻ, ഏറ്റവും അടുത്ത മിത്രമാക്കി മാറ്റാൻ ഹബീബിന് സാധിച്ചത്? എന്തുകൊണ്ട്? ഹബീബിനെ വധിക്കാൻ കഴിയാഞ്ഞിട്ടാണോ?
ഒരു വാക്ക് ചൊല്ലിയാൽ, ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൈകളിൽ നിന്ന് ഒരു ആംഗ്യം വന്നാൽ മതി, സുമാമയുടെ തലയെടുക്കാൻ കെൽപ്പുള്ള നിപുണരായ സ്വഹാബാക്കൾ ഇവിടെയുണ്ട്. പക്ഷേ ഹബീബ് മാപ്പ് നൽകാൻ തയ്യാറായപ്പോ ഏറ്റവും വലിയ ശത്രുവാണ് ഹബീബിൻ്റെ ഏറ്റവും ഇഷ്ടക്കാരനായി മാറിയത്. ഇവിടെയാണ് സ്നേഹത്തിൻ്റെ രസതന്ത്രം ചർച്ച ചെയ്യുന്ന നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെയാണ് എന്താണ് സ്നേഹത്തിൻ്റെ രസതന്ത്രം? മാപ്പ് നൽകലാണ്, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യലാണ്, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറലാണ്, ആളുകളോട് സ്വൽസ്വഭാവത്തോടെ പെരുമാറലാണ്. പിന്നെ നബി തങ്ങളോട് പറഞ്ഞത് അല്ലാഹുവാണ് സത്യം, മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക, നിങ്ങളുടെ മതമായ ഇസ്ലാമിനോട് എനിക്കുണ്ടായിരുന്ന വെറുപ്പ് അത് പറയാൻ പറ്റൂല നബിയെ. ഏറ്റവും ഞാൻ വെറുത്തിരുന്ന മതം ഇസ്ലാമാണ്. ഇസ്ലാമിനെ ഇന്നും വെറുക്കുന്ന ആളുകളുണ്ട്, മുസ്ലിമീങ്ങളെ വെറുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഇസ്ലാം എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ്, മുസ്ലിമീങ്ങൾ ആരാണ് എന്നറിയാത്തത് കൊണ്ടാണ്. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് നമ്മളിൽ നിന്നാണ്. നമ്മുടെ സ്വഭാവം മോശമായി, നമ്മളാണ് ഉത്തരവാദികൾ. ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് കരിവാരി തേക്കുന്ന രീതിയിൽ മോശമായി ഇസ്ലാമിനെ വെറുക്കാനും ഇസ്ലാമിനെതിരെ ശബ്ദിക്കാനും തുടങ്ങിയത് നമ്മുടെ സ്വഭാവം മോശമായതുകൊണ്ടാണ്. നമ്മുടെ സ്വഭാവം നന്നായാൽ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് മാറി ചിന്തിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ച് നല്ലത് പറയാൻ അവർ തയ്യാറാവും. ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ, സുമാമ പറഞ്ഞതുപോലെ, യാ റസൂലല്ലാഹ്, ഇസ്ലാമിനേക്കാൾ ദേഷ്യമുള്ള മതം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് പ്രഭാതത്തോടുകൂടി, ഇന്ന് രാവിലെ ആയതോടുകൂടി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം എൻ്റെ ഇസ്ലാമാണ്. എങ്ങനെ സാധിച്ചു ഈ ഒരു മനംമാറ്റം എങ്ങനെയാണുണ്ടായത്? ഈ ഒരു പരിവർത്തനം എങ്ങനെയാണുണ്ടായത്? വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗളു ഇലയ്യ മിൻ ബലദിക, മദീനയാണ് ഞാൻ ഏറ്റവും ദേഷ്യപ്പെട്ടിരുന്ന നാട്. കേൾക്കാൻ ആഗ്രഹിക്കാത്ത നാട്, കടന്നു ചെല്ലാൻ ആഗ്രഹിക്കാത്ത നാട് മദീനയാണ്. പക്ഷെ ഇന്നത്തെ രാവിലത്തോടുകൂടി എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള നാട് മദീനയായി മാറി. എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത് എന്നാണ് ആലോചിക്കേണ്ടത്. ആ ഒരു ചർച്ചയിലൂടെയല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? ആ ഒരു ചർച്ചയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമ്മതത്തോടുകൂടെ മഹാനായ സുമാമ എന്ന് പറയുന്ന പുതു മുസ്ലിം നേരെ മക്കയിലേക്ക് ചെല്ലുകയാണ്. മക്കയിലെത്തിയപ്പോൾ ആളുകൾ ചോദിച്ചു, നീ മതം മാറിയോ സുമാമ? ഞാൻ മതം മാറിയതല്ല, ഞാൻ മുസ്ലിമായിരിക്കുകയാണ്. അല്ലാഹുവാണ് സത്യം, ഞാൻ യമാമയിലെത്തിയാൽ വലാ യഅതീകും മിനൽ യമാമ ഹബ്ബതു ഹിൻത്വത്തിൻ, ഒരു ഗോതമ്പ് മണി പോലും ഞാൻ എൻ്റെ രാജധാനിയിൽ നിന്ന് മക്കയിലേക്ക് പറഞ്ഞേക്കൂല എന്ന് പറഞ്ഞ് മക്കക്കാരെ ഉപരോധിക്കുകയാണ് ചെയ്തത്. മഹാനായ സുമാമ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൊടിയ ശത്രുവായിരുന്ന രാജാവ് സെക്കൻഡുകൾ കൊണ്ടാണ് ഹബീബിൻ്റെ ഉറ്റമിത്രമായി മാറുന്നത്. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ നമ്മൾ തയ്യാറായാൽ സെക്കൻഡുകൾ കൊണ്ട് ഏത് ശത്രുവിനെയും മിത്രമാക്കാൻ നമ്മൾക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഇല്ല, നിങ്ങൾ ഇവിടെ ഉണ്ടോ? കുറേ ഒന്നും പോകുന്നില്ല, സമയത്തിലായി 10:40, ഒരു 11:15 വരെ പോകും ഇൻഷാ അല്ലാഹ്. ഒരു അരമണിക്കൂർ കൂടി ഇരിക്കല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. എണീറ്റിക്കണം, ഒന്ന് എണീറ്റൊന്നുള്ളി. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. കഴിയാത്ത ആൾ ഇരുന്നോളി, സ്റ്റേജിലുള്ള ആളൊക്കെ ഇരുന്നോളി. അപ്പോൾ ഉറക്കൊരു 3 സ്വലാത്തില്ല. നിങ്ങളെ സൗണ്ട് ഒന്ന് കേൾക്കട്ടെ. ഞാൻ കുറച്ച് നേരം, നിങ്ങൾ ഏതായാലും എനിക്ക് പൈസ തന്നിട്ടില്ല, നിങ്ങളൊന്ന് സ്വലാത്തില്ല ഒന്ന് കേൾക്കട്ടെ. സ്വലാത്തിൽ ഉറക്കെ സല്ലല്ലാഹു. എന്തോ ഒരു അച്ചടക്കമുള്ള സദസ്സ്. 3 സ്വലാത്ത് എന്ന് പറഞ്ഞ് കൃത്യം 3, ഒന്ന് കൂടുതൽ ചെല്ലില്ല. അല്ലാഹു നമ്മുടെ സ്വലാത്ത് ഹബീബിൻ്റെ റൗളയിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എന്താണ് ഈ സ്വൽസ്വഭാവം എന്ന് പറയുന്നത്? തസ്വില മൻ ഖതഅക,
ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവനോട് അങ്ങോട്ട് മാന്യമായി പെരുമാറലാണ് സ്വൽസ്വഭാവം എന്ന് പറയുന്നത്. നിന്നെ ആക്രമിക്കുന്ന ആളുകളോട് മാന്യമായി പെരുമാറലാണ്, നിന്നെ ആക്രമിക്കുന്ന ആളുകൾക്ക് മാപ്പ് നൽകലാണ് സ്വൽസ്വഭാവം എന്ന് പറയുന്നത്. മാപ്പ് നൽകാൻ തയ്യാറാവണം. നമ്മുടെ അടുക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും മഹത്തായ സ്വഭാവമാണ് മാപ്പ് നൽകൂല എന്നത്. മക്കൾക്ക് മാപ്പ് നൽകാൻ തയ്യാറാവാത്ത ഉമ്മമാർ ലോകത്തില്ലേ? അല്ലേ? മക്കൾക്കെങ്കിലും മാപ്പ് നൽകൂല, എത്ര വലിയ തെറ്റ് ചെയ്താലും. എന്നാൽ സ്വന്തം മക്കൾക്ക് പോലും മാപ്പ് നൽകാത്ത ഉമ്മമാരുണ്ട്. എൻ്റെ മയ്യത്ത് പോലും കാണാൻ വരരുത് എന്ന് പറയുന്ന ഉമ്മമാരില്ലേ? ചങ്ങാതിമാരില്ലേ? നാട്ടുകാരില്ലേ? കുടുംബക്കാരില്ലേ? എന്ത് വാക്കാണ് മുഅ്മിനീങ്ങളെ അത്? എങ്ങനെയാണ് അതൊക്കെ പറയാൻ പറ്റുന്നത്? ഒരു മുസ്ലിമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വാക്കുകൾ എവിടെ നിന്നാണ് നമ്മളൊക്കെ പഠിച്ചത്? നിന്നെ ആക്രമിക്കുന്ന ആളുകൾ, നിന്നെ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ, നിന്നെ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ, അവരോട് മാപ്പ് നൽകി, അവർക്ക് വിട്ടുവീഴ്ച നൽകി, അവർക്ക് സ്നേഹങ്ങൾ കൈമാറാൻ സാധിക്കുമോ നമ്മൾക്ക്? മുസ്ലിമീങ്ങളെ നിരന്തരമായി ഫോക്കസ് ചെയ്യുന്ന ചില ആളുകളുണ്ട്, ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സംഘടനകളുണ്ട്. അവർക്ക് നന്മ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുമെങ്കിൽ അവരിൽ നമ്മെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കിക്കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കും. അമുസ്ലിമീങ്ങളായ പല ആളുകൾ ചില ആളുകളുടെ ഗൂഢമായ ആലോചനകൾ കാരണം, ഇല്ലാത്ത കുപ്രചരണങ്ങൾ കാരണം എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. അവർക്കൊക്കെ ഇസ്ലാമിൻ്റെ മാന്യമായ മുഖം കാണിച്ചു കൊടുക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. നമ്മളല്ലാതെ പിന്നെ ആരാണ് പറഞ്ഞു കൊടുക്കുക? ഒന്നുകിൽ വഅലായിട്ട് പ്രഭാഷണമായിട്ട് എഴുത്തിലൂടെ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കൂലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമതായി അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് നിനക്ക് തരാതെ തടഞ്ഞു വെക്കുന്ന ആളുകൾക്ക് നീ അങ്ങോട്ട് പോയി നൽകണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിന്നെ തടയുന്ന ആളുകൾ, നിനക്ക് തടസ്സമുണ്ടാക്കുന്ന ആളുകളെ നീ അങ്ങോട്ട് പോയി സഹായിക്കണം. ഇതാണ് സ്വൽസ്വഭാവമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ പറയട്ടെ, നാളെ മഹ്ശറ ലോകത്ത് നമ്മളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരാണ് ഈ സദസ്സിലുള്ളത്? നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളാണ് ആരാണുള്ളത്? അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ വളരെ മനോഹരമായ സൂറത്ത് ഓർമ്മയുണ്ടല്ലോ. وأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അറിയില്ല സൂറത്ത്? ഏത് സൂറത്താ അത്? ഏത് സൂറത്താ? ആ സൂറത്തിൻ്റെ ടൈറ്റിൽ, സൂറത്തിൻ്റെ പേര് പഠിച്ചോ? നിങ്ങൾക്ക് ആ സൂറത്ത് അറിയില്ലേ? അൽ ബഖറ എന്താണ്? അൽഹാഖ് മുത്തകാസുറ. പിന്നെ നിങ്ങൾ എന്താണ് പഠിച്ചോ? ഇത് ഖുറാനിലില്ലേ? ഇങ്ങനൊരു സൂറത്ത് ഇല്ലേ ഖുറാനിൽ? എന്നാ വേണ്ട, ഇല്ലേ? വല്ളുഹ വൽആദിയാത് ദബഹൻ, പിന്നെ അൽ ഖാരിഅതു മൽ ഖാരിഅ. മാഷാ അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഒന്നൊന്ന് ചോദ്യം നമുക്ക് ഉറക്കം വരാതിരിക്കാനൊക്കെ ആയി. നിങ്ങൾ ഉറക്കം ഒതുക്കി, ഞാൻ ഓതിത്തരാം. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. എന്താണ് പഠിച്ചോനെ സൗണ്ട് ഇല്ലല്ലോ? ഉറക്കോതി. നിങ്ങൾ ആരെ പേടിക്കുന്നത്? നിങ്ങൾക്ക് മൈക്ക് വേണം. 4-5 മൈക്ക് ഇവിടെ എറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആർക്കും വേണ്ടതൊക്കെ എടുക്കാണ് 4-5 മൈക്ക്. ഒന്ന് അവർക്ക് കൊടുത്താൽ ഉഷാറാവില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. എന്താതിൻ്റെ അർത്ഥം മനസ്സിലായോ? فأما من ثقلت موازينه فهو في عيشة راضية
ഒരാളുടെ നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ നന്മയുടെ തുലാസിന് ഭാരമുണ്ടായാൽ ഫഹുവ ഫീ ഐശത്തിർ റാളിയ, അയാൾക്ക് നാളെ പേടിക്കാനില്ല. നന്മയുടെ തുലാസിന് ഭാരമുണ്ടായാൽ അയാൾക്ക് നാളെ പേടിക്കാനില്ല. ഒരു പേടിയും പേടിക്കണ്ട. അത് തൂക്കം ഭാരമുണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരാം. തുലാസിന് ഭാരമുണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരാം. ആ നമ്മുടെ നന്മയുടെ തുലാസിന് ഭാരമുണ്ടായാൽ ഫഹുവ ഫീ ഐശത്തിർ റാളിയ, അയാൾ വളരെ സന്തോഷത്തോടെയാണ് നാളെ മഹ്ശറയിൽ ഉണ്ടാവുക. ഒരാളുടെ നന്മയുടെ തുലാസിന്റെ ഭാരം കുറഞ്ഞ് ചിന്മയ്ക്കാട് ഭാരമുള്ളതെങ്കിൽ അയാളുടെ അഭയം നരകത്തിലാണ്, ഹാവിയ എന്ന സ്ഥലത്താണ്. എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? എന്താണ് ഹാവിയ? നാറുൻ ഹാമിയ, ശക്തമായ ചുട്ടുപൊള്ളുന്ന ഭയാനകമായ നരകമാണ് ഹാവിയ എന്ന് പറഞ്ഞാൽ. ഒരാളുടെ തുലാസിന്റെ ഭാരം ചുരുങ്ങിപ്പോയാൽ, കുറഞ്ഞു പോയാൽ അയാൾ നരകത്തിലാണ് എന്ന് ഉറപ്പാണെന്ന് പരിശുദ്ധമായ സൂറത്തുൽ ഖാരിഅയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി കേൾക്ക്, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ അബ്ദിൽ മുഅ്മിനി യൗമൽ ഖിയാമ മിൻ ഹുസ്നിൽ ഖുൽഖി. നാളെ ഖിയാമത്ത് നാളിൽ ഒരാളുടെ നന്മയും ചിന്മയും തൂക്കി നോക്കുമ്പോൾ നന്മയുടെ തുലാസിന് ഭാരം നൽകുന്ന അമലുകളിൽ ഹുസ്നുൽ ഖുൽഖിനെ, സ്വൽസ്വഭാവത്തെ മറികടക്കുന്ന മറ്റൊരു അമലില്ല എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു. നമ്മുടെ തഹജ്ജുദിനോ, നമ്മുടെ സുബ്ഹി നിസ്കാരത്തിനോ, നമ്മുടെ ദിക്റിനോ, നമ്മുടെ തസ്ബീഹിനോ അല്ല, നമ്മുടെ സ്വൽസ്വഭാവമാണ് ഏറ്റവും വലിയ ഭാരമുണ്ടാവുക എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് വലിയ ആബിദാവുകയല്ല, സ്വഭാവം നന്നാക്കുകയാണ് വേണ്ടത്. അത് തന്നെയാണ്. വലിയ ആബിദാവലല്ല മുഅ്മിനീങ്ങളെ, സ്വഭാവം നന്നായിട്ട് മതി. ഇബാദത്ത് കൊടുക്കും, ഇബാദത്തിലെ വേണ്ടെന്നല്ല. ഇനിയിപ്പോൾ നാളെ നിസ്കരിക്കാതെ ഉസ്താദ് പറഞ്ഞു സ്വഭാവം നന്നാക്കിയ സ്വർഗം കിട്ടും, ഞാൻ സുബൈക്ക് ഉമ്മ എന്നെ വിളിക്കണ്ട, ഞാൻ സ്വഭാവം നന്നായിക്കോളാം, നിസ്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, അത് വേണ്ട. ഇബാദത്ത് എടുക്കണം, പക്ഷെ ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടൂല സ്വഭാവം മോശമായാൽ. പക്ഷെ സ്വഭാവം നന്നായാൽ ഒരു പക്ഷെ ഇബാദത്തില്ലെങ്കിലും രക്ഷപ്പെട്ടേക്കാം. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത്, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നത് നമ്മുടെ നന്മയുടെ തുലാസിന് ഭാരം നൽകുന്നത് സ്വൽസ്വഭാവമാണ്, ഹുസ്നുൽ ഖുൽഖാണെന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഹബീബിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു രാത്രി തഹജ്ജുദ് നിസ്കാരത്തിനുണർന്നു. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യുകയാണ്. 2 കരങ്ങൾ ആകാശലോകത്തേക്ക് ഉയർത്തി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. അല്ലാഹുവേ, എൻ്റെ സൃഷ്ടിപ്പിനെ നീ ഭംഗിയാക്കിയതുപോലെ, എൻ്റെ സൃഷ്ടിപ്പിനെ നീ ഭംഗിയാക്കിയതുപോലെ, എനിക്ക് കൈകാലുകൾ തന്നതുപോലെ, കണ്ണിന് കാഴ്ചശക്തി തന്നതുപോലെ, എൻ്റെ ചെവിക്ക് കേൾവി ശക്തി തന്നതുപോലെ അല്ലാഹുവേ എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ അല്ലാ. ഒരു തവണയല്ല സുബഹി നിസ്കാരം വരെ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ അല്ലാ, അല്ലാഹുവേ എൻ്റെ സ്വഭാവത്തെ നന്നാക്കണേ അല്ലാ. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, അല്ലയോ ഭർത്താവേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് രാത്രി മുഴുവൻ സമയവും സ്വഭാവം നന്നാവാൻ വേണ്ടി ദുആ ചെയ്തത്? വേറെ എന്തൊക്കെ പ്രാർത്ഥനകളുണ്ട് സ്വഭാവം നന്നാവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാനുള്ള കാരണം എന്ത് എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ ചോദിച്ചപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നൽ അബ്ദൽ മുസ്ലിമ യുഹ്സിനു ഖുലുഖഹു. ഒരു മുസ്ലിമായ ഒരാൾ അയാളുടെ സ്വഭാവം നന്നാക്കിയാൽ ആ സ്വഭാവം കാരണം അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗം നൽകുമെന്ന്. ഒരു മുസ്ലിമായ ഒരാൾ അയാളുടെ സ്വഭാവം മോശമായാൽ അതുകൊണ്ട് അയാൾ നാളെ നരകത്തിൽ കിടക്കുമെന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്നേവരെ എൻ്റെ സ്വഭാവം നന്നാക്കണമെന്ന് ദുആ ചെയ്ത എത്ര ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്? എത്ര ആളുണ്ട്?
അല്ലാഹുവേ എൻ്റെ കടം കൊടുത്തു വീട്ടാൻ തൗഫീക്ക് നൽകണേ അല്ലാ. എൻ്റെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എൻ്റെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ എന്നൊക്കെ ദുആ ചെയ്യുന്ന നമ്മൾ, അല്ലാഹുവേ എൻ്റെ സ്വഭാവം നന്നാക്കണേ എന്ന് ഇതുവരെ ദുആ ചെയ്ത ആരെങ്കിലും ഒരാൾ ഈ സദസ്സിലുണ്ടോ? എൻ്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ഉണ്ടാവില്ല. കാരണം എന്തേ? നമ്മളൊക്കെ വിചാരിച്ച് നമ്മൾ വലിയ സ്വഭാവത്തിൻ്റെ ആളാണ് അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നില്ലേ? ഞാൻ വലിയ സ്വഭാവക്കാരനാണ്. ഞാനല്ല, നിങ്ങളെക്കുറിച്ച്, ഞാൻ എന്നെക്കുറിച്ച്, നിങ്ങളെല്ലാവരും, ഞാൻ എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, എൻ്റെ സ്വഭാവത്തിന് എന്തിപ്പോൾ കുഴപ്പം? ഞാൻ തർക്കേടില്ലല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദുആ ചെയ്യാത്തതും. പക്ഷേ ദുആ ചെയ്യുക. അബൂദർദാ റളിയല്ലാഹു അൻഹു ഉറങ്ങാതെ കരഞ്ഞ് ദുആ ചെയ്ത പ്രാർത്ഥന, അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി, അല്ലാഹുവേ എൻ്റെ സൃഷ്ടിപ്പിനെ നീ ഭംഗിയാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമ്പോൾ, സ്വഭാവം നന്നായാൽ അയൽവാസികൾ നമ്മോടടുക്കും, സ്വഭാവം നന്നായാൽ കുടുംബക്കാർ നമ്മോടടുക്കും. അപ്പോഴാണ് നല്ല കുടുംബ ബന്ധമുണ്ടാകുന്നത്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലയോ സഈദ് തങ്ങളെ, ലഖദ് മാത ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് ഇബ്നു തുൽഹ, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ സഈദ് തങ്ങൾ ചോദിച്ചു, കൈഫ മാത, എങ്ങനെയാണ് മരിച്ചത്? സഈദ് തങ്ങളോട് ഇബ്രാഹിം എന്ന ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോ സഈദ് തങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് മരിച്ചത്? അപ്പോഴാണ് സഈദ് തങ്ങൾക്ക് മറുപടി നൽകിയത്, അദ്ദേഹത്തിൻ്റെ വീട് കൊഴിഞ്ഞാടി, അദ്ദേഹത്തിൻ്റെ വീട് തകർന്നു വീണ്, ശരീരത്തിലേക്ക് തകർന്നു വീണ്, വീട് മറിഞ്ഞു വീണിട്ടാണ് അയാൾ മരിച്ചത്, ഇബ്രാഹിം എന്ന ആൾ മരിച്ചത്. അപ്പോഴാണ് മഹാനായ സഈദ് തങ്ങൾ പറഞ്ഞത്, ലാ യുംകിനു ഹാദാ, ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ ഇങ്ങനെ മരിക്കൂല എന്നെനിക്ക് ഉറപ്പാണ്. കേൾക്കണേ, ശബ്ദം വളരെ സാഹൂതം ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. ഇബ്രാഹിം എന്ന് പറയുന്ന സഹോദരൻ നിങ്ങൾ പറഞ്ഞതുപോലെ വീട് മറിഞ്ഞു വീണ് മരിക്കൂല. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ മരിക്കാൻ അല്ലാഹു അനുവദിക്കുകയേ ഇല്ല. ഒരു അപകടത്തിലൂടെ മരിക്കാനായി ഇദ്ദേഹത്തെ അല്ലാഹു അനുവദിക്കൂല. ഒരു അപകട മരണം ഇബ്രാഹിം എന്ന് പറയുന്ന സഹോദരന് അല്ലാഹു ഒരു അപകട മരണം തരൂല. ജനങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വീട് മുഴുവനും തോണ്ടിയെടുക്കാൻ തുടങ്ങി. വീട് മറിഞ്ഞു വീണ് മരിച്ചു എന്നല്ലേ പറഞ്ഞത്? ഫനബശന്നാസുൽ ഖസ്റ, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെ, അദ്ദേഹത്തിൻ്റെ വീടിനെ ആളുകളൊക്കെ തുരന്നെടുത്തു. അതിൻ്റെ മുകളിലുള്ള എല്ലാ വസ്തുക്കളും നീക്കി. അപ്പോഴാണ് ഇബ്രാഹിം എന്ന് പറയുന്ന സഹോദരനെ ഫവജദൂഹു ഹയ്യാ, മരിക്കാതെ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇബ്രാഹിം, മരിച്ചിട്ടില്ല. സഈദ് തങ്ങൾ പറഞ്ഞതുപോലെ വീട് മറിഞ്ഞു വീണ് ഇബ്രാഹിം മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പോറൽ പോലും ഇബ്രാഹിം എന്ന സഹോദരൻ ഏറ്റിട്ടില്ല. അപ്പോഴാണ് ആളുകൾ നേരെ സഈദ് തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നത്. യാ സഈദ്, കൈഫ അറഫ്ത അന്നഹു ലം യമുത്, അയാൾ മരിച്ചില്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് എങ്ങനെയാണ് അറിഞ്ഞത്? ഇബ്രാഹിം മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോഴാണ് മഹാനായ സഈദ് തങ്ങൾ പറയുന്നത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപകട മരണം ഉണ്ടാവൂല എന്ന് ഞാൻ പറയാനുള്ള കാരണം, ലിഅന്നഹു വാസിലുൻ ലിർറഹിം, അയാൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. ലിഅന്നഹു വാസിലുൻ ലിർറഹിം, അയാൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അല്ലാഹു അപകട മരണങ്ങൾ നൽകൂല എന്ന് മുഹമ്മദുർ മഹാനായ സഈദ് തങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ സ്വതഖ നൽകുന്ന ആളുകൾ, അവർക്കും അല്ലാഹു തആല, സ്വതഖ നൽകുന്ന ആളുകൾക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മോശമായ രീതിയിൽ മരണം നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നല്ല സ്വൽസ്വഭാവികളായി ജനങ്ങളോടൊക്കെ നല്ല ബന്ധത്തോടെ, കുടുംബത്തോടും അയൽവാസികളോടും വളരെ മാന്യമായി പെരുമാറാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് കാണാം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നിങ്ങൾ ആളുകളോട് വളരെ മാന്യമായി പെരുമാറുന്നത് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമ. എന്താണ് ഉത്തമമായ സ്വഭാവം? അല്ലാഹു പറയാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യമുള്ളത് കൊണ്ടാണ് ജനങ്ങളോട് മാന്യതയോടെ പെരുമാറാൻ നിങ്ങൾക്ക് സാധിച്ചത്.
വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക്. നിങ്ങളൊരു മോശമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നെങ്കിൽ ജനങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. അതുകൊണ്ട് ഉത്തമമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഫഅഫു അൻഹും, മാപ്പ് നൽകലാണ്. ഫഅഫു അൻഹും, ആളുകൾക്ക് മാപ്പ് നൽകലാണ് ഉത്തമമായ സ്വഭാവം. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നൽകിയ ഏറ്റവും നല്ല സ്വഭാവം ആളുകൾക്ക് മാപ്പ് നൽകലാണ്. ജനങ്ങൾക്ക് മാപ്പ് നൽകാൻ തയ്യാറായത് കൊണ്ടാണ് ജനങ്ങൾ നിങ്ങളിലേക്ക് അടുക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുമ്പോൾ മോശക്കാരായ സ്വഭാവക്കാരിൽ നിന്ന് ആളുകൾ അകലുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു അറാബി കടന്നു വരികയാണ്. നബി തങ്ങളുടെ സമീപത്തേക്ക് ഒരു അറാബി കടന്നു വരികയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു തട്ടമിട്ടിരുന്നു ഷോൾഡറിൽ. നിങ്ങൾക്ക് കുറേ ആളുകൾ തണുക്കുന്നത് കൊണ്ട് തട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. നബി തങ്ങൾ ഇങ്ങനെ ഒരു പരുപരുക്കനായ ഒരു തട്ടം ഷോൾഡറിൽ ഇട്ടിരുന്നു. ഒരു അറാബി, ഇവിടെ ശ്രദ്ധിക്കണേ, ഒരു അറാബി വന്നിട്ട് നബി തങ്ങളുടെ ഷോൾഡർ പിടിച്ചു ഒരു വലി വലിച്ചു. നബി തങ്ങളുടെ ഷോൾഡറിൽ തട്ടമുണ്ട്. അറാബി ആ തട്ടം പിടിച്ചൊരു വലി വലിച്ചു. നബി തങ്ങൾ ശരീരം ഒന്നടങ്കം തിരിഞ്ഞുപോയി. അനസ് തങ്ങൾ പറയാണ്, ഞാൻ നബി തങ്ങളുടെ ഷോൾഡർ നോക്കിയപ്പോൾ അവിടെ മുഴുവനും ആ ഷോൾഡർ വലിച്ച സ്ഥലത്ത് സ്ക്രാച്ചുകൾ, രക്തത്തിൻ്റെ പാടുകളുണ്ട്. എന്നിട്ട് നബി തങ്ങൾ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി. ഫളഹിക, അദ്ദേഹത്തോട് ചിരിച്ചു. ചിരിച്ചപ്പോഴാണ് ആ അറാബി പറഞ്ഞത്, യാ മുഹമ്മദ്, മുഹമ്മദേ, നിന്റെ അനുയായികളോട് എനിക്ക് നിങ്ങളുടെ അനുയായികളിൽ നിന്ന് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് എനിക്ക് സമ്പത്ത് തരാൻ നിന്റെ സ്വഹാബാക്കളോട് പറയും മുഹമ്മദേ. നിന്റെ അനുയായികളോട്, സ്വഹാബാക്കളോട് എനിക്ക് ക്യാഷ് തരാൻ പറയൂ നബിയെ എന്ന് ആ അറാബി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഷോൾഡറിൽ ഉണ്ടായിരുന്ന തട്ടം പിടിച്ചു വലിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ നോക്കി പുഞ്ചിരിച്ചിട്ട് സ്വഹാബാക്കളോട് പറയാണ്, എന്താണോ അയാൾക്ക് വേണ്ടത് അത് കൊടുക്കൂ സ്വഹാബാക്കളെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ജുമഅക്ക് പള്ളിക്ക് പോകുമ്പോൾ ഒരു തട്ടം നിങ്ങളുടെ ഷോൾഡറിലിട്ട് പോയി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അത് വേണ്ട, നിങ്ങൾ ജുമഅക്ക് വേണ്ടി പോയതാണ്, ഏതോ ഒരാൾ പിരിവിന് വേണ്ടി പള്ളിയിലേക്ക് വന്നു. പള്ളിയിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ കോളർ പിടിച്ചു വലിച്ചു. എടാ, നിന്റെ കയ്യിലുള്ളത് കൊണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുമോ? നിങ്ങൾ ഇവിടെ ഇല്ലേ? ഉറങ്ങുക, നിങ്ങൾ കൊടുക്കുമോ? ഇതൊന്നും പറയുന്നില്ല. നിങ്ങൾ കൊടുക്കുമോ? ഒരാൾ കോളർ പിടിച്ച് വലിക്കാൻ പള്ളിയിൽ നിന്ന് പിരിവിന് വന്നതാണ്, മക്കളെ കല്യാണത്തിന് വേണ്ടി പിരിവിന് വന്നതാണ്. അങ്ങനെ പള്ളിക്ക് കയറുമ്പോൾ കോളർ പിടിച്ചിട്ട് ഇങ്ങോട്ട് പാടാം. പൈസ എടുക്കുന്ന പറഞ്ഞാൽ ഈ പിന്നെ ഭിന്നലിംഗക്കാരുണ്ടല്ലോ, ഭിന്നലിംഗക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ് അല്ലേ, ഹിജടകൾ. പഠിച്ചോനെ, ട്രെയിനിലെങ്ങാനും കുടുങ്ങിപ്പോയി. ഒരു ദിവസം ഞാൻ ട്രെയിനിൽ ചെന്നൈ മേലയിൽ ഏതോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കാസർഗോഡ് നിന്ന് വരാൻ ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ട് നേരെ ഷോൾഡറിൽ കൈ വെച്ചു. അല്ല, എന്താ ചെയ്യുക, എടുക്കുന്നു, 10 കൊടുത്തു, പോരാ, പിന്നെ എടുക്കുന്നു. ഇങ്ങനെ ചില പേടിപ്പിച്ചിട്ടൊക്കെ പൈസ വാങ്ങുന്ന ആളുകളുണ്ട്. അതേപോലെ നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ ഒരാൾ വന്നിട്ട് കോളർ പിടിച്ചിട്ട് പൈസ താന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുമോ? നിങ്ങൾ ആട്ടി ഓടിക്കൂല, നിങ്ങളാരാ എന്ന് പറഞ്ഞ് 4 അടി കൊടുത്തു വിടൂലേ? നബിത്തങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. നബിത്തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് സ്വഹാബാക്കളോട്, ഇദ്ദേഹത്തിന് എന്താണോ ആവശ്യമുള്ളത് അത് കൊടുക്കൂ സ്വഹാബാക്കളെ. ഇദ്ദേഹത്തിന് ആവശ്യമുള്ളത് കൊടുക്കാൻ പറഞ്ഞു. സ്വഹാബാക്കൾ കൊടുത്തു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ സ്വഹാബാക്കളെ പോലെ, അള്ളാഹുവിൻ്റെ ഹബീബിനെ പോലെ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, കം നഅഫു അനിൽ ഖാദിം, ഞങ്ങളുടെ അടിമകൾക്ക് ഞങ്ങൾ എത്രത്തോളം മാപ്പ് നൽകണം നബിയേ? വീട്ടിൽ ജോലിക്കാരുണ്ടാകും, പഴയ കാലത്ത് അടിമകൾ, സെർവൻസ്, മെയ്ഡുകൾ ഉണ്ടാകും. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഞങ്ങൾ മാപ്പ് നൽകേണ്ടത്? എത്രത്തോളം മാപ്പ് നൽകണം? അടിമകൾ എന്ന് പറഞ്ഞാൽ യജമാനൻ പറയുന്നത് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള അടിമകൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ മാപ്പ് നൽകേണ്ടത്? എത്രത്തോളം മാപ്പ് നൽകണം? നബി തങ്ങൾ മിണ്ടാണ്ടിരുന്നു.
വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, ഞങ്ങളുടെ അടിമകൾക്ക്, ഞങ്ങളുടെ വീട്ടിലുള്ള ജോലിക്കാർക്ക് എത്രത്തോളം ഞങ്ങൾ മാപ്പ് നൽകണമെന്ന് രണ്ടാമതും ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് മിണ്ടിയില്ല. മൂന്നാമതും ചോദിച്ചു, അല്ലാഹുവിൻ്റെ ഹബീബേ, മുത്തു റസൂലേ, ഞങ്ങളുടെ അടിമകൾക്ക്, ഞങ്ങളുടെ ജോലിക്കാർക്ക് എത്രത്തോളം ഞങ്ങൾ മാപ്പ് നൽകണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഫൂ അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ, ഒരു ദിവസം 70 തവണ. ഒരു ദിവസം 70 തവണ. 70 തവണ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തവണ തെറ്റ് ചെയ്തു, അടിക്കാൻ നിൽക്കണ്ട, ദേഷ്യപ്പെടാൻ നിൽക്കണ്ട. രണ്ടാമത്തെ തവണയും തെറ്റ് ചെയ്തു, മാപ്പ് നൽക്. മൂന്നാമതും തെറ്റ് ചെയ്തു, മാപ്പ് നൽക്. അങ്ങനെ ഒരു ദിവസം 70 തവണ. 71ാമത്തെ തവണ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രതികരിക്കാം. ഇതൊരു ദിവസത്തിൽ. രണ്ടാമത്തെ ദിവസം വീണ്ടും. ഇതൊരു അടിമയോടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതെങ്കിൽ നമ്മുടെ ഭാര്യമാരോടുള്ള പെരുമാറ്റം എങ്ങനെ? നമ്മൾക്കത് സാധിക്കുന്നില്ല, അത് വേറെ വിഷയമാണ്. ഭാര്യമാരോട് ഒരു തവണ നമ്മൾ ക്ഷമിക്കും, രണ്ടാമത്തെ തവണ ക്ഷമിക്കും, മൂന്നാമത്തെ തവണ കൂടി എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ ഭാര്യമാർക്ക് കൈവെക്കുന്ന ആളുകളില്ലേ, അല്ലേ? എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്നേ വരെ ഞാൻ എൻ്റെ ഭാര്യ അടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഇത്ര ആളുകളുണ്ട്. പറയാനുണ്ടോ? ഭാര്യ ഞാൻ അടിച്ചിട്ടില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഞാൻ പിണങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇന്നലെ കല്യാണം കഴിഞ്ഞ ആളുകൾ വരെ പിണങ്ങിയോ? ആരും കൈപൊക്കുന്നില്ലല്ലോ. അത്രയും വലിയ ദേശക്കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭാര്യമാർ, അടിമകളോട് വരെ 70 തവണ മാപ്പ് നൽകണമെന്നാണ്. അപ്പോൾ ഭാര്യമാർക്ക് 70 അല്ല 700 തവണ മാപ്പ് നൽകേണ്ടി വരും. പക്ഷേ നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ സ്വഭാവം അതിനനുവദിക്കുന്നില്ല. 1-2 തവണ എക്സ്ക്യൂസ് നൽകി, ഇളവ് നൽകി, മൂന്നാമത്തെ തവണ നമ്മൾ അടിയിലേക്കും പ്രതികാരത്തിലേക്കും നീങ്ങുന്നുണ്ട്. അതൊക്കെ മോശമായ സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മഹാനായൊരു സ്വഹാബി കച്ചവടം ചെയ്യാൻ വേണ്ടി, ഒരു വസ്തു വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് വന്നതാണ്, ടൗണിലേക്ക് വന്നതാണ്. ടൗണിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഭക്ഷണം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് വന്നതാണ്. അങ്ങനെ ഭക്ഷണം വാങ്ങി തൻ്റെ തലപ്പാവെടുത്തുകൊണ്ട് തലപ്പാവിൻ്റെ അകത്ത് വെച്ച ദിർഹമെടുത്ത് കൊടുക്കാൻ നോക്കുമ്പോൾ തലപ്പാവിനകത്ത് ദിർഹമില്ല, ദീനാറില്ല, ഒന്നുമില്ല. ചില ആളുകൾ പല സ്ഥലത്താണ് പോക്കറ്റിലാണ് ക്യാഷ് സൂക്ഷിക്കുക. അങ്ങനെ ഇബ്നു മസ്ഊദ് തങ്ങൾ തൻ്റെ തലപ്പാവിൽ സൂക്ഷിച്ചിരുന്നു. ആ തലപ്പാവും കൊണ്ട് ക്യാഷ് ഉണ്ട് എന്ന വിശ്വാസത്തോടെ അങ്ങാടിയിലേക്ക് വന്നിട്ട് വസ്തുക്കളൊക്കെ, ഭക്ഷണമൊക്കെ വാങ്ങി ക്യാഷ് കൊടുക്കാൻ വേണ്ടി തലപ്പാവ് എടുത്തു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, തലപ്പാവിൽ എന്തില്ല? ദീനാറില്ല, ദിർഹമില്ല. അദ്ദേഹം പറഞ്ഞു, ലഖദ് ജലസ്തു വ ഇന്നഹാ ലമഈ, ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ഖതഅ യദസ്സാരിഖില്ലദീ അഖദഹാ, അല്ലാഹുമ്മ ഖതഅ യദസ്സാരിഖില്ലദീ അഖദഹാ. അല്ലാഹുവേ, ഇബ്നു മസ്ഊദിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൻ്റെ ഹബീബിന് പാരായണം ചെയ്തു കൊടുത്തിരുന്ന സ്വഹാബിയാണ്. ഇബ്നു മസ്ഊദിന്റെ തലപ്പാവിൽ നിന്ന് സമ്പത്ത് മോഷ്ടിച്ചവന്റെ കൈ നീ മുറിച്ച് കളയണേ അല്ലാ. അല്ലാഹുമ്മ ഖതഅ യദസ്സാരിഖില്ലദീ അഖദഹാ, അല്ലാഹുമ്മ ഫഅൽ ബിഹി കദാ. അല്ലാഹുവേ, അയാളെ നശിപ്പിക്കണേ എന്ന് കൂടെയുള്ള ആളുകൾ ദുആ ചെയ്തപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇൻ കാന ഹമലഹു അലാ അഖ്ദിഹാ ഹാജ ഫബാരിക് ലഹു ഫീഹാ വ ഇൻ കാന ഹമലതുഹു ജറാഅ. അല്ലാഹുവേ, ആ മോഷ്ടിച്ച മോഷ്ടാവ് എൻ്റെ കയ്യിൽ നിന്ന് സമ്പാദ്യം മോഷ്ടിച്ചത് അയാൾക്ക് ആവശ്യമുണ്ടായിട്ടാണെങ്കിൽ, അയാളുടെ ആവശ്യത്തിനാണെങ്കിൽ ഫബാരിക് ലഹു ഫീഹാ, അയാൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇങ്ങനെ ഒരു ദുആ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? മോഷ്ടിച്ച മോഷ്ടാവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എൻ്റെ സമ്പത്ത് മോഷ്ടിച്ച മോഷ്ടാവ് അയാൾക്ക് ആവശ്യമുണ്ടായിട്ടാണ് മോഷ്ടിച്ചതെങ്കിൽ ഫബാരിക് ലഹു ഫീഹാ, അയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ആ തുകയിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വ ഇൻ കാന ഹമലതുഹു ജറാഅത്തുൻ അല ദംബി, തെറ്റ് ചെയ്ത് നിന്നോടുള്ള ധിക്കാരത്തോടെ, നിന്നോടുള്ള ധിക്കാരം കൊണ്ടാണ് അയാൾ ആ തെറ്റ് ചെയ്തതെങ്കിൽ ഫജഅൽഹാ
ആഖിറ ദുനൂബിഹി, അയാളുടെ ഏറ്റവും അവസാനത്തെ തെറ്റാക്കി മാറ്റണേ അല്ലാ. അയാൾക്ക് ഇനി ഒരു തവണ തെറ്റ് ചെയ്യാൻ നീ അവസരം നൽകല്ലേ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. കൂടെയുള്ള ആളുകൾ ദുആ ചെയ്തത്, അല്ലാഹുവേ അയാളുടെ കൈ മുറിക്കട്ടെ എന്ന്, അല്ലാഹുവേ അയാളെ നശിപ്പിക്കണേ എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എപ്പോഴാണ് മാറുന്നത്? ഈ ഒരു സ്വഭാവത്തിലേക്ക് എപ്പോഴാണ് മാറുന്നത്? ഇങ്ങോട്ട് തിന്മ ചെയ്ത ആളുകൾക്ക് നന്മ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം എപ്പോഴാണ് നമ്മളിൽ ഉണ്ടാകുന്നത്? അന്ന് അന്തസ്സോടെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ജീവിക്കാൻ കഴിയും. അന്തസ്സോടെ ഐക്യത്തോടെ കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട്, ഇന്നക ഇൻ തൽഖല്ലാഹ വമദ്ലമതുക കമാ ഹിയ. നിന്നോട് ആളുകൾ ആക്രമിച്ചത്, നിന്നെ ചീത്ത പറഞ്ഞത്, നിന്നെ കുറ്റം പറഞ്ഞത്, നിന്നെ തെറി പറഞ്ഞത്, എല്ലാറ്റിനും പ്രതികരിക്കാൻ, എല്ലാറ്റിനും തിരിച്ചക്രമിക്കാതെ മാപ്പ് നൽകി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് അതേപോലെ സൂക്ഷിക്കലാണ് ദുനിയാവിൽ വെച്ച് പകരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ടും അവസാനമായിട്ടും പറയാനുള്ളത്, നമ്മുടെ സ്വഭാവം നന്നാക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കൂല. സ്വഭാവം നന്നാക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കൂല. കാരണം ഒരാളുടെ ഈമാൻ പരിപൂർണമാകുന്നത് അയാളുടെ സ്വഭാവം നന്നാകുമ്പോഴാണ്. സ്വഭാവം മോശമായാൽ ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്തിലെത്തുമ്പോൾ, നാളെ അന്ത്യനാളിലെത്തുമ്പോൾ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു കോടാനക്കോടി ആളുകളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഏറ്റവും വലിയ മോശക്കാരൻ ആരാണെന്നറിയുമോ? ഏറ്റവും വലിയ മോശക്കാരൻ മൻ തറകഹുന്നാസു ഇത്തിഖാ അശർരിഹി, ഒരാളുടെ ഷർറ് ഭയന്നിട്ട്, ഒരാളുടെ അക്രമം ഭയന്നിട്ട്, ഒരാളുടെ നാവിനെ പേടിച്ചിട്ട് അയാളെ ബഹുമാനിക്കുകയാണ് ആളുകൾ. വരുമ്പോൾ എണീറ്റ് നിന്നില്ലെങ്കിൽ അയാൾ പാര വെച്ചേക്കാം. കമ്മിറ്റിയിൽ അയാൾക്ക് അനുകൂലമായി സംസാരിച്ചില്ലെങ്കിൽ അടുത്ത കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയേക്കാം. അയാളുടെ ഇഷ്ടം കൊണ്ട് പിന്തുണക്കുകയല്ല. പ്രസിഡന്റ് ആരാ? അപ്പോൾ എല്ലാവരും കൈപൊക്കാൻ. ആ കൈപൊക്കിയത് ഇയാളുടെ ഇഷ്ടം കൊണ്ടോ ഇയാളുടെ കഴിവ് കൊണ്ടോ അല്ല. പിന്നെയോ ഇയാളെ പേടിച്ച് എങ്ങാനും ഇയാളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഇയാൾ വലിയ മുതലാളിയാണ്, ഇയാൾ നല്ല സ്ഥാനമുള്ള രാഷ്ട്രീയ നേതാവാണ്, ഞാൻ കൈപൊക്കിയില്ലെങ്കിൽ ഇയാൾ ഏതെങ്കിലും ഒരു രീതിയിൽ എനിക്ക് പാര വെക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് യാല്ല ഞാനും ഉണ്ട്, മുമ്പത്തെ മാപ്പിള പറഞ്ഞതുപോലെ അല്ലേ, അങ്ങനെ എല്ലാവരും കൈപൊക്കാൻ, പേടിച്ചിട്ട് കൈപൊക്കാൻ. ഇങ്ങനെ പേടിച്ച് കൈപൊക്ക. ഇന്ന ശർറന്നാസ്, ഈ ആരെയാണോ പേടിക്കുന്നത് അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്മാടി. ജനങ്ങളിലെ ഏറ്റവും വലിയ തെമ്മാടിയാളാണ്. ആളുകളെ സമ്പത്ത് കാട്ടി പേടിപ്പിക്കുക, ആളുകളെ സ്ഥാനമാനം കാട്ടി പേടിപ്പിക്കുക, ആളുകളെ കൂടെയുള്ള കൊട്ടേഷൻ സംഘങ്ങളെ കാണിച്ച് പേടിപ്പിക്കുക, ആളുകളെ അധികാരത്തിൻ്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് പേടിപ്പിക്കുക. അവരാണ് ഖിയാമത്ത് നാളിലെ ഏറ്റവും വലിയ തെമ്മാടി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ തെമ്മാടി മൻ തറകഹുന്നാസു ഇത്തിഖാ അശർരി, അയാളുടെ ഷർറിനെ ഭയന്നിട്ട് ആളുകളെ അയാളിലേക്ക് അടുക്കാറില്ല. അയാളെ കാണുമ്പോൾ മാറി നിൽക്കുകയാണ്, അയാളോട് പ്രത്യേകമായി മിണ്ടാറില്ല. മിണ്ടിയാൽ എന്തെങ്കിലും ഒരു തെറി പറയും, മിണ്ടിയാൽ ഏതെങ്കിലും ഒരു രീതിയിൽ മോശത്തോടെ പെരുമാറും. അങ്ങനെ ആളുകൾ ഇദ്ദേഹത്തെ പേടിച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അയാളാണ് ഖിയാമത്ത് നാളിലെ ഏറ്റവും വലിയ തെമ്മാടി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ മഹത്തായ രാത്രിയിൽ, വെള്ളിയാഴ്ച കഴിഞ്ഞ ഈ രാത്രിയിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നോ ആ ഒരു സ്വഭാവത്തിലേക്ക് മാറാൻ നമ്മൾക്ക് സാധിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിൻ്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചില്ലേ? ആയിഷ ബീവിയോട് ചോദിക്കുകയാണ് സ്വഹാബാക്കൾ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന്. അപ്പോഴാണ് ആയിഷ ബീവി പറഞ്ഞത്, കാന ഖുലുഖുഹു ഖുർആന, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഖുർആനാണ്. എൻ്റെ ഭർത്താവ് നടക്കുന്ന ഖുർആനായിരുന്നു. ഖുർആൻ അള്ളാഹു വെറും ഓതി വിടാൻ വേണ്ടി ഇറക്കി വിട്ടതല്ല. ഖുർആൻ വെറും ഓതി വിടാൻ വേണ്ടി ഇറക്കി വിട്ടതല്ല. ഓതുന്നതോടൊപ്പം ആ ഖുർആൻ പറയുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളിലേക്ക് ഖുർആൻ ഇറക്കിയത്. നമ്മൾ വിചാരിച്ചു നമ്മളാകെ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചു. ചില ആളുകൾ ഖുർആൻ ഓതാറില്ല. ഒരു ദിവസം ഒരു ജുസ് ഓതുന്ന എത്ര ആളുകളുണ്ട്? ഒരു മാസത്തിലൊരു ഖത്തം തീർക്കുന്ന ആളുകളുണ്ട്. ഇവിടെ
ഉണ്ടോ? ഒന്ന് നോക്ക്, കൈപ്പൊക്കെ, ഒന്നും വിചാരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൈപ്പൊക്കെ. ഒരു മാസത്തിലൊരു ഖത്തം തീർക്കുന്ന ആളുകൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഉസ്താദ് എന്താ എല്ലാറ്റിനും ഇങ്ങനെ കൈപ്പൊക്കുന്നു? കുറേ കൈപ്പൊക്കുന്നു, കുറേ വട്ടം പൊക്കിയ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാണേ. ആരുല്ലേ കൊണ്ടോട്ടിക്കാരെ? ഇത് പ്രശ്നമാണ്. ഉണ്ടാ മാഷാ അല്ലാഹ് വേറെണ്ടാ? അൽഹംദുലില്ലാഹ്. ചെയ്യുന്ന നന്മ ആരും കാണണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും കൈ താഴ്ത്തിയതാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഹത്തോതുന്നുണ്ടാവും. അള്ളാഹു നമ്മുടെ നാട്ടിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഇത് അള്ളാഹു നിലനിർത്തട്ടെ. ഏത് നിലനിർത്തട്ടെ? ഞാൻ റമദാൻ കഴിഞ്ഞിട്ട് ഖുർആൻ തൊട്ടു നോക്കാത്ത ആളില്ലേ? ഒരു പേജ് ഓതാത്ത ആളുകളില്ലേ? ചെറുപ്പക്കാരൊന്നിങ്ങനെ നെഞ്ചത്ത് കൈവെക്ക്. പെണ്ണുങ്ങളെ, ആ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ ഒന്ന് നെഞ്ചത്ത് കൈവച്ചോക്കെ. റമദാൻ കഴിഞ്ഞിട്ട് ഞാൻ ഖുർആൻ ഇതുവരെ തൊട്ടു നോക്കിയിട്ടില്ലല്ലോ പഠിച്ചോനെ. എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കാനാണ് അള്ളാഹു ഖുർആനിനെ 30 ജുസ് ആക്കി മാറ്റിയത്. ഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എൻ്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ നബി അല്ലാഹുവേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പരാതി പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് പരാതി പറയുന്നുണ്ട്. അള്ളാഹുവേ, എൻ്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് പരാതി പറയുന്നുണ്ട്. ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കാത്ത ആളുകൾ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞു പോയ വിഭാഗത്തിൽ പെടുമെന്ന് മഹാന്മാരായ ചില ആലിമീങ്ങൾ പറയുന്നുണ്ട്. ഖുർആൻ ഓതാൻ ഒരു അരമണിക്കൂർ ഒരു ദിവസത്തിൽ ചെലവഴിച്ചുകൂടെ എൻ്റെ സഹോദരങ്ങളെ? ഒരു അരമണിക്കൂർ. മഗ്രിബിന് ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ കിടന്നുറങ്ങാതെ സൂര്യൻ ഉദിക്കുന്നത് വരെ 1 മണിക്കൂറോളം സമയമില്ലേ അല്ലേ? 1 മണിക്കൂറോളം സമയമില്ലേ? ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. നിങ്ങൾ വലിയ കച്ചവടത്തിൻ്റെ പിന്നിൽ പോകുന്ന ആളാണ്, ബിസിനസ് ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും പോകുന്ന ആളാണ്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? ആ സമയത്ത് ഉറങ്ങിയ ദാരിദ്ര്യം ഉണ്ടാകും. നിങ്ങൾ എത്ര ഓടിയിട്ടും കാര്യമില്ല, ദാരിദ്ര്യം കിട്ടുള്ളൂ. അതിന് പകരം ഈ കച്ചവടത്തിൻ്റെ പിന്നാലൊക്കെ ഓടുന്നതിന് പകരം സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് വീട്ടിലെ എല്ലാ ആളുകളും നിർത്തണം. ഒരാളല്ലേ, എല്ലാ ആളുകളും നിർത്ത്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ എൻ്റെ വീട്ടിൽ ഒരാളും ഉറങ്ങാൻ പാടില്ല എന്ന് വീടിൻ്റെ രക്ഷിതാവ് തീരുമാനിക്കണം. എന്നിട്ട് എന്താ ചെയ്യുക? സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഖുർആനോത്, ദിക്റ് ചൊല്ല്. 1 മണിക്കൂർ സമയമുണ്ട്. ആ സമയത്ത് അരമണിക്കൂർ കൊണ്ടൊരു ജുസ് തീർത്തൂടെ? ആ സമയത്ത് അല്ലാഹു ബറക്കത്ത് ചെയ്ത സമയമാണ്. ബാറക്കല്ലാഹു ഫീ ബുഖൂരിഹ. നമ്മുടെ പകലിൻ്റെ ഏറ്റവും പ്രാരംഭ സമയത്ത് അള്ളാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്താലും നമ്മൾക്കൊരു വിശാലതയുള്ളതുപോലെ സമയം ലഭിക്കുന്ന ഒരു ബറക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് യാത്ര ചെയ്താൽ യാത്ര വരെ വളരെ എളുപ്പമാണ്. യാത്രയിൽ വരെ വലിയൊരു ബറക്കത്ത് കാണാൻ നമ്മൾക്ക് സാധിക്കും. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് ഈ ഇത്രയും ഭീമമായ സംഖ്യകൾ ചെലവഴിച്ച് നമ്മുടെ സംഘാടകർ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രചരണമാണിത്. ഈ പരിപാടി വിജയിക്കണമെങ്കിൽ ഇന്നത്തെ ഈ വിഷയത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ കൂടിയിരിക്കുന്ന ഞാനടക്കമുള്ള നിങ്ങൾക്കുണ്ടാകണം. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് സുബഹിക്ക് ശേഷം ഉറങ്ങരുത്. ആ സമയം നമ്മൾ നന്നായി ഖുർആൻ ഓതി. അള്ളാഹു ഇറക്കിയ ഖുർആനല്ലേ? എന്തിനാണ് ഇത് ഇറക്കിയത്? നമ്മൾക്കല്ലേ ഇറക്കിയത്. നമ്മളല്ലാതെ പിന്നെ ആരാ ഇത് ഓതുക? അതുകൊണ്ട് ആ സമയത്ത് ഖുർആൻ ഓതാൻ മാറ്റിവെക്ക്. ഇനി പതുക്കെ തപ്പി തെരഞ്ഞ് ഹർഫുകളൊക്കെ പെറുക്കി ഓതുന്ന ആളുകൾക്ക് 1 മണിക്കൂർ കൊണ്ടൊരു ഖത്തം തീരുന്നില്ലേ? കുഴപ്പമില്ല. നിങ്ങൾ മഗ്രിബും ഇശാഇൻ്റെയും ഇടയിൽ ഒരു സമയമില്ലേ? ആ സമയത്ത് പൂർത്തീകരിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു ജുസ് തീർക്ക്. ഒരു ദിവസം എന്തെങ്കിലും ഒരു തിരക്കിൽപ്പെട്ട് തീർക്കാൻ പറ്റിയില്ല. ഇവ ആളായിരുന്നു. രാത്രി ഉറങ്ങുമ്പോൾ 2 മണിയായി. സുബഹി നിസ്കാരത്തിന് കഷ്ടപ്പെട്ട് എണീറ്റു. നിസ്കാരം കഴിഞ്ഞു. 1 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റുന്നില്ല. കിടന്നുറങ്ങി. കുഴപ്പമില്ല, കഴിയാത്തത് കൊണ്ടാണ്. രാത്രി 3 മണിയായി. എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി ഉറക്കൊഴിച്ചതാണ്. അല്ലാതെ ക്ലബിലിരുന്നിട്ട് ബടായി വിടാനോ സൊറ പറയാനല്ല, ക്ലബിലിരുന്നിട്ട് കഞ്ചാവടിക്കാനല്ല. എന്തെങ്കിലും ദീനിയായ കാര്യങ്ങൾക്ക് അത്യാവശ്യമായി ഉറക്കൊഴിക്കേണ്ടി വന്നു. പെട്ടെന്ന് സുബഹിസ്കരിച്ച് കിടന്നുറങ്ങി. അന്ന് ഓതാൻ പറ്റിയില്ല, അന്ന് ഓതാൻ സമയം കിട്ടിയില്ല എങ്കിൽ പിറ്റേ ദിവസം ഒരു 2 ജുസ് ഓത്. മാറ്റം വേണ്ടേ മുഅ്മിനീങ്ങളെ? ഈ ഖുർആൻ നമ്മൾക്കല്ല ഇറക്കിയത്. പക്ഷേ ഇത് ഓതാൻ വേണ്ടി മാത്രം ഇറക്കിയതല്ല. ഓതാൻ വേണ്ടി മാത്രം ഇറക്കിയതല്ല. ഓതുന്നതോടൊപ്പം നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിനോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്,
ഉഹുദ് യുദ്ധത്തിൽ നിങ്ങൾ അനുഭവിച്ച പ്രയാസം പോലെ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ ഹബീബേ? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നത്, ആയിഷ ഇദ അറൽതു നഫ്സി അല ഇബ്നി അബ്ദി യാലീൽ ഇബ്നി അബ്ദി കുലാൽ, അതേ ഞാൻ അവിടേക്ക് പോയപ്പോൾ എൻ്റെ ഭാര്യ മരിച്ചു, എൻ്റെ പിതൃവ്യൻ മരിച്ചു, എന്നെ സഹായിക്കാൻ ആരുമില്ലാതെ ഞാൻ ത്വായിഫിൻ്റെ രണാങ്കണത്തിലേക്ക് പോയൊരു സാഹചര്യമുണ്ട്. എന്നെ എല്ലാവരും സഹായിക്കുമെന്ന് പ്രതീക്ഷയോടെ, എൻ്റെ ഒരുപാട് കുടുംബക്കാരവിടെ ഉണ്ടായിരുന്നു, അവർ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഒരാളും എന്നെ തിരിഞ്ഞു നോക്കാതെ എനിക്കെതിരെ കൂകി വിളിക്കുകയും എനിക്കെതിരെ കല്ലെറിയുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ തളർന്നിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ സമീപത്തേക്കൊക്കെ കടന്നു വന്ന് എൻ്റെ കൈ പിടിച്ച് നടക്കൂ മുഹമ്മദ് എന്ന് പറഞ്ഞ് നടക്കാൻ പറഞ്ഞു. വീണ്ടും മരങ്ങളും കല്ലുകളും അതേപോലെ ഭ്രാന്തന്മാരെയും കുട്ടികളെയും എനിക്കെതിരെ ഇറക്കി വിട്ടു. എന്നിട്ട് ഞാൻ നിരന്തരമായ കല്ലേറുകൾ കൊണ്ട് ബോധം കെട്ട് നിലത്തു വീണു. കണ്ണു തുറക്കുമ്പോൾ ഒരു മലക്കനിക്ക് തണൽ നൽകുന്ന ഒരു മേഘവുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദു, മുഹമ്മദേ, ഞാനൊരു മലക്ക്, ഒരു പർവ്വതം സംരക്ഷിക്കുന്ന ഒരു മലക്കിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ മലക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വഅന മലകുൽ ജിബാൽ വഖദ് ബഅസനി റബ്ബുക, എൻ്റെ റബ്ബ് നിങ്ങളിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സമുദായം നിങ്ങളോട് ചെയ്തത് അള്ളാഹു കണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ 2 മലകളെ ഉയർത്തി ഈ സമുദായത്തെ ഞാൻ നശിപ്പിക്കട്ടെ? നിങ്ങൾ ആക്രമിച്ചവരാണവർ, നിങ്ങളെ കല്ലെറിഞ്ഞവരാണവർ. ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ നിഷ്കരുണം, ഒരു കാരുണ്യം പോലുമില്ലാതെ, കണ്ണിൽ ചോരയില്ലാതെ വീണ്ടും കല്ലെറിഞ്ഞു തളർന്ന് ബോധം കെട്ട് വീണ നിങ്ങൾ, ഇതൊക്കെ റബ്ബ് കാണുന്നുണ്ട്. ആ റബ്ബെന്നെ പറഞ്ഞയച്ചതാണ്. എന്തിന്? നിങ്ങളുടെ സമ്മതമാണെങ്കിൽ ഈ സമുദായത്തെ ഒന്നടങ്കം ഞാൻ നശിപ്പിക്കാം ഈ പർവ്വതത്തിൻ്റെ താഴെയിട്ടുകൊണ്ട്. നബിത്തങ്ങൾ പറഞ്ഞ മറുപടി, നബിത്തങ്ങൾ ആ എന്ന സമ്മതം മൂളിയാൽ സെക്കൻഡുകൾ കൊണ്ടവരെ നശിപ്പിക്കാൻ കഴിയും. പക്ഷേ അവിടെയും മുദാത്തമായ സ്വഭാവത്തിൻ്റെ മാതൃകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് കാണിച്ചു തന്നത്. നബിത്തങ്ങൾ പറഞ്ഞു, വേണ്ട, അവർ മരിച്ചാൽ, അവരെ നശിപ്പിച്ചാൽ എനിക്കെന്തുപകാരമുള്ളത്? അവർ തോറ്റുപോയാൽ അതുകൊണ്ട് എനിക്കെന്ത് നേട്ടമാണുള്ളത്? അവരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നന്നായാൽ, അവരിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചാൽ അതല്ലേ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നല്ലത്. അതുകൊണ്ട് ഒരാളെയും നശിപ്പിക്കണ്ട. ഇവർ നന്നായില്ലേ, ഇവർക്ക് ശേഷമുണ്ടാകുന്ന സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളെങ്കിലും നന്നായാൽ അതല്ലേ എനിക്ക് നല്ലത്. ഈ സമയത്ത് പോലും ഇവരെ കുറിച്ച് പോലും അള്ളാഹുവിനോട് പരാതി പറയാത്ത ഹബീബ് അള്ളാഹുവിൻ്റെ ഖുർആനിനെ അവഗണിച്ച് കളയുന്ന ആളുകൾക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്ത് പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം ഒരു മാസം തീർത്തിട്ട്, ഒരു മാസത്തിലൊരു ഖത്തം ഒരു വർഷമാകുമ്പോൾ 12 ഖത്തം, എന്നിട്ട് നമ്മുടെ സ്വഭാവം അതേ രീതിയിൽ മാറ്റി പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.